ക്രിസ്ത്യൻ പള്ളീൻ്റെ മുമ്പ് തന്നെ ഉള്ളൊരു നന്ദി, അത് സെയിൻറ്റ് ജോർജ് ചർച്ച്. ഒന്നും കൂടെ സൂം ചെയ്യാം. നന്ദി പില്ലറിന്റെ മുകളിലില്ല, ക്രിസ്ത്യൻ പള്ളീൻ്റെ നേരെ മുമ്പിൽ. നമ്മള് സാധനങ്ങളെല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. പേഴ്സും ബാഗും എല്ലാം ഒരു കണ്ണ് വേണം, ഒന്ന് എപ്പോഴും ഒരു ശ്രദ്ധ കൊടുക്കണം. പിന്നെ നമ്മളെ സ്വന്തം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളെ സ്വന്തം ഇങ്ങോട്ട് എത്തുമ്പോൾ നല്ല തിരക്ക്. നമ്മളെ സാധനങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ എല്ലാ സാധനങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. ആള് നമ്മളെ മേത്ത് ടച്ച് ചെയ്യുന്ന, ബാഗിന്ന് തൊടുന്ന, പിടിക്കുന്ന എല്ലാം ഒരു ശ്രദ്ധ വേണം. ബാക്ക് പാക്കിന്നെല്ലാം സിബ് ഊരിയിട്ട് സാധനം എല്ലാം കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മളെ തന്നെ ഒന്ന് സൂക്ഷിക്കണം. വേറെ ആരും പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നല്ല. ബൈക്ക്, വണ്ടി, സൈക്കിൾ, റിക്ഷ ഇതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കാല് പണിയായി പോകും, വീക്കം വരും, നടക്കാൻ പറ്റൂല, ബുദ്ധിമുട്ടാവും. അപ്പൊ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. മറ്റൊരു ചാട്ട് ഭണ്ഡാർ ഇവിടെ തന്നെ ഉണ്ട്, നോക്കാം. ഇതെല്ലാം ഇങ്ങനെ ഓരോ യൂട്യൂബർ വീഡിയോസ് എല്ലാം കാണുന്നത്, കാശി ചാട്ട് ഭണ്ഡാർ. പക്ഷെ കാശി ചാട്ട് ഭണ്ഡാർ ഇത് തിരക്കുകൊണ്ടാ, കണ്ട ആളെ തിരക്കുകൊണ്ടാ ഞാൻ നോക്കിയത്. അപ്പൊ ഇവിടെ വടം വെച്ച് കെട്ടിയിട്ടുണ്ട്, കാശി ചാട്ട് ഭണ്ഡാർ. തിരക്ക വൈകുന്നേര സമയങ്ങളിൽ നല്ല തിരക്കാ. ഇവിടെ തന്നെ മലായിയോ എല്ലായിടത്തും കാണാലോ, എല്ലായിടത്തും ഉണ്ട് മലായിയോ, സകലയിടത്തും മലായിയോ വെച്ചിട്ടുണ്ട്. ഏതായാലും ഉള്ളിൽ കയറി നോക്കട്ടെ, ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. നല്ല തിരക്കാ. പീനെ വല്ല ദൂരം പീനെ ഗരം ചൂട് പാല് കുടിക്കാൻ വേണ്ടി. മഴ ശ്രീശ്യാം ഭോഗ് കടേന്റെ പേര്, ശ്രീശ്യാം ഭോഗ്. അല്ല, എല്ലാ സാധനങ്ങളും കൊല്ലടുത്ത് തന്നെ കിട്ടുന്നത്. ഇവിടെ കൊണ്ട് മലായിയോ വെച്ചിട്ട്, സകലയിടത്തും മലായിയോ വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ചാട്ട് ഭണ്ഡാറിൽ എന്താ സ്ഥിതി നോക്കട്ടെ. സീറ്റിംഗ് എല്ലാം തിരക്കാം, ഉള്ളിലെല്ലാം ആളാ. ചാട്ടിനെങ്ങനെ പൈസ എല്ലാം നോക്കിയതാ ബോർഡ്. ഇതോ കാശി ചാട്ട് ഭണ്ഡാറിന്റെ ബോർഡ്. പാനിപൂരി 40, ദഹിപൂരി 60, ആലു ടിക്കി 60, ടമാട്ടർ ചാട്ട് 60, എല്ലാം റീസണബിൾ റേറ്റ്സ് ആട്ടോ. സമൂസ ചാട്ട് 60, ദഹി ബല്ല 60, ഗുലാബ് ജാമുൻ 60. എനിക്കൊന്ന് ഒരു 2 പീസായിരിക്കും. കുൽഫി പാലത് 80. പ്ലെയിൻ സമൂസ ഒരു സമൂസ 40 രൂപ. ഇതാണ് മെനു കാശി ചാട്ടിന്റെ. അറിയില്ലെങ്കിൽ ഇത് നോക്കി ഒന്ന് പറഞ്ഞാൽ മതി പെട്ടെന്ന്. ചാട്ടിന് നല്ല തിരക്കാ ഭായ്, നല്ല തിരക്കാ. ഈ വീഡിയോ എടുക്കാനും പറ്റില്ല, നല്ല തിരക്കാ. ഒരു ഗ്യാപ്പും ഇല്ല. അവിടെ അടിക്കുന്നുണ്ട്, ഒരൊക്കെയില്ല മോനെ. ചാട്ടിങ്ങനെ എടുത്തിടുന്നുണ്ട് അവിടെ. നല്ല തിരക്കാ. വീഡിയോ എടുക്കാൻ ഒരു പെർമിഷൻ എടുത്ത് ഇവിടെ ചാട്ട് ഉണ്ടാക്കുന്നുണ്ട്, നല്ല തിരക്കാം. തിരക്കുകൊണ്ടല്ല ഒന്നിച്ചൊരു ചറ പറ ഉണ്ടാക്കി കൊടുക്കുക.
പറ 2 മിനിറ്റ് വീഡിയോ ഉണ്ടാക്കാൻ പെർമിഷൻ എടുത്തത്. പാനിപ്പൂരി എല്ലാം ഒന്നിച്ചിട്ട് ദഹിപ്പൂരി ദഹിപ്പൂരിയെല്ലാം ദഹി ഒഴിക്കുന്നുണ്ട്. എല്ലാം പരക്കെ ചെയ്യുന്ന ഒരു ഭാഗത്ത് ഇവിടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇവിടെ ബാജിയില് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നല്ല തിരക്കാണ്. എനിക്കൊന്ന് ടമാട്ടർ ചാട്ടാണ് തോന്നുന്നു. ടമാട്ടർ ചാട്ട് ഈ കവയിലിങ്ങനെ എടുക്കുന്നത്. അങ്ങനെ പല സാധനം എല്ലാം പരക്കുക. വേറൊന്നും പറയാനില്ല. എല്ലാം പരക്കിയിടുക. വല്ല മേളയോ ഫെസ്റ്റിവലോ കാർണിവലിലോ പോയ പോലെ എല്ലാം പരക്കെ കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മിക്സായി പോയി കഴിഞ്ഞാൽ ആരും പരാതി പറയരുത്. കിട്ടിയ കഴിക്കുക. കിട്ടുന്നത് ഭാഗ്യ. നല്ല തിരക്കാ. കൗണ്ടറിൽ നമ്മളങ്ങനെ ഇടിക്കുക. ഏതായാലും വീഡിയോ എടുക്കാൻ പറ്റിയ ഭാഗ്യം. വേമ്പടാം. ഓക്കെ, കാശി ചാട്ട് ഭണ്ഡാറിന്റെ വിശേഷങ്ങളായി വേമ്പടാം. ഏതായാലും ഒരു പെർമിഷൻ കിട്ടി. നല്ല തിരക്ക് നല്ല തിരക്ക്. एक टमाटर चाट दो और एक आलू छोटा कल्लू टिक्का बनाए खान अभी नहीं आई अभी. എനിക്ക് ലെഫ്റ്റിലോട്ടാണ് നടക്കേണ്ടത്. കാരണം അവിടുന്ന് കണ്ട ആളിങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് വരിക. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ തട്ടിമുട്ടിയിട്ടെല്ലാം പോകേണ്ടി വരും. ആള് നല്ലോണം ക്രൗഡ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് പിടിച്ച് നടക്കാം. ലെഫ്റ്റ് ആകുമ്പോ ആണ് അങ്ങോട്ടേക്ക് പോകേണ്ട ട്രാഫിക് ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദീനാച്ചാട്ട് ഉണ്ട്. നല്ല തിരക്കുള്ള കടയാണ് ഇവിടെ വാരാണസിയില്. ഇരുട്ടി തുടങ്ങി. 6 മണിയായി. ഇരുട്ടി തുടങ്ങി. അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല. ജാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ജാക്കറ്റ് വേണമെന്നൊന്നും ഇല്ല എന്താനും. ഞാൻ പിന്നെ ഈ ജാക്കറ്റ് ഇട്ടത് നേരത്തെ അവിടുന്ന് പ്രയാഗ്രാജിൽ ഇല്ല ജാക്കറ്റാ. പിന്നെ ഈ ജാക്കറ്റ് ബാഗിലിട്ട് കഴിഞ്ഞാൽ വെയിറ്റ് ആണ്, തൂക്കി നടക്കേണ്ടി വരും. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വെയിറ്റ് കുറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഈ സമയം ഇപ്പം ജാക്കറ്റിന്റെ ആവശ്യമില്ല. റോഡ് മേലെ നോക്കുകയാണെന്നില്ലെങ്കിൽ ചെറിയ ബൈക്കോ റിക്ഷക്കാരോ ആരെങ്കിലും വന്ന് തട്ടി പോവും. റിക്ഷേന്റെ വലിയ ചക്ര, സൈക്കിളിന്റെ പോലത്തെ കാലിനായിട്ട് മടമ്പ് പണിയായി പോകും. കാലിന്റെ മടമ്പ്. എന്താണ് വേറെ ഒരു നോക്കട്ടെ. അടുത്ത പോയിന്റ് ബാങ്കിന്റെ കടയാന്ന്. ബാങ്കിന്റെ കാണുന്നുണ്ട്. ബാങ്ക് ഷോപ്പ്, ഗവൺമെന്റ് ബാങ്ക് ഷോപ്പ് എന്ന് കാണുന്നുണ്ട്. നോക്കട്ടെ. തിരക്ക് തന്നെ പറഞ്ഞാല് തിരക്കുണ്ട്. ഇവിടുത്തെ ക്രൗഡല്ല, വാരാണസിന്റെ ആൾക്കാരല്ല, പുറത്തുനിന്ന് വന്നേ. എന്നെ പോലത്തെ വരുത്തന്മാരെവിടെയെല്ലാം ഇല്ല. വേറെ ഒന്നും വിചാരിക്കരുത്. വരുത്തെന്ന് പറഞ്ഞാൽ എന്നെ പോലത്തെ പുറത്തുനിന്ന് വന്ന സ്ഥലം കാണാൻ വന്ന ആൾക്കാര്. ദൂധാസാഗർ അത് പാലിന്റെ കടയാ. കോവ, പനീർ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെയുണ്ട് ഈ മലായിയോ, ഈ തണുപ്പിന് കിട്ടുന്ന സാധനം മലായി. मलाई 50 रुपए। और क्या मिलता है? लस्सी। जो लिखा है सब मिलेगा आपको। अच्छा, हाँ. ആ സാധനങ്ങളെല്ലാം കിട്ടും. മക്കൻ ലസ്സി, പനീർ, ഖടി, മലായി. ആണ് പാലിന്റെ മലായി. അങ്ങനെയാണ് മലായി എടുക്കുന്നത്. തിളപ്പിച്ചിങ്ങനെ വറ്റി അതിന്റെ പാലിന്റെ മലായിയിലെ കൊഴുപ്പ് മാറ്റി മാറ്റി ഇടുക. ഫാറ്റ് സൈഡിലൊക്കെ ഉണ്ട് പാത്രത്തിന്റെ, മാറ്റി മാറ്റി എടുക്കുമ്പോൾ മലായി ആയി. അധികം എടുക്കുന്നില്ല ഇവർക്ക്, നമ്മളൊരു തടസ്സാവും. അപ്പൊ അതിന് മുമ്പേ വേഗം എടുത്തിട്ട് അങ്ങോട്ട് മാറാം. ലസ്സി ഉണ്ട് ഇവിടെ. മലായി എല്ലാം 50 രൂപ. 3 പാത്രത്തില് മലായിക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. നല്ല തിരക്കാണ്. നമ്മൾ മെയിൻ ചൗരാഹയിലെത്തി. ഈ കാണുന്നതാണ് മെയിൻ ചൗരാഹ. മെയിൻ ചൗരാഹ അല്ലെ മെയിൻ ജംഗ്ഷൻ. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ കാശി മന്ദിർ, നേരെ പോയാൽ ദശശ്വമേധ് ഘാട്ട്, അശ്വമേധ് ഘാട്ട് അല്ലെ അശ്വമേധ് ഘാട്ട്. നേരെ പോയാൽ ഇതാ മെയിൻ ചൗരാഹ. കാൽഭൈരവ ടെമ്പിൾ, കാൽഭൈരവ മന്ദിർ, അത് നേരെ പോണ്ട്. കാശി മന്ദിരാണ് ലെഫ്റ്റ് പോണ്ട്. വെറും 400 മീറ്റർ. ഇതാണ് മെയിൻ ചൗരാഹ. ഈ മുമ്പിൽ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, ഈ മുമ്പിൽ കാണുന്ന ബിൽഡിംഗ്, ഇത് ഈ ബിൽഡിംഗ് അത് വെഹിക്കിൾ പാർക്കിംഗ് ബിൽഡിംഗാ. ഗോഡ് വീലിയാ വെഹിക്കിൾ പാർക്കിംഗ്. ഗൊഡോലിയ ഇംഗ്ലീഷില് ഗൊഡോലിയ, ഹിന്ദിയില് വായിച്ചപ്പോ മനസ്സിലായോ. ഗൊഡോലിയ അത് വെഹിക്കിൾ പാർക്കിംഗ് ബിൽഡിംഗ് ആയി. മുമ്പിൽ കാണുന്ന വെഹിക്കിൾ പാർക്കിംഗ് ബിൽഡിംഗ്. അത് ലെഫ്റ്റ് കാണുന്ന മറ്റേ ബിൽഡിംഗ് എന്താന്ന് വായിച്ച് പെട്ടെന്ന്, ഹിന്ദി അങ്ങോട്ട് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റില്ല, കുറച്ച് സമയം പിടിക്കും. മുമ്പ് കാണുന്നത് നന്ദീന്റെ ഇതേപോലെ ഒരു സ്റ്റാച്യു ആണ് കാണുന്നത്. അപ്പോൾ സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സൂം ചെയ്താല് നന്ദി സ്റ്റാച്യു. ഏതായാലും രാവിലെ അതിന്റെ ഒന്നും കൂടെ എടുക്കാം നമുക്ക്. ഇവിടെ നിങ്ങോട്ട് നീങ്ങാം. ചൗരാഹ. നമുക്ക് വിശ്വനാഥ ടെമ്പിൾ. നമ്മള് റൂമിലേക്ക് പോകണം. റൂമിലെ സാധനങ്ങൾ വെച്ചിട്ട് വേണം ബാക്കി. ഇവിടെ ഇങ്ങനെ പറയുമ്പം വലിയ പ്രശ്നം തന്നെയാണ്. അവർ റൂമിൽ സാധനം വെച്ചിട്ട് ബാക്കി. ഇനി ബന്ധവസ്ഥ എവിടെയെല്ലാം നല്ല. നമുക്ക് പോണ്ടത് എവിടെയാണ് ഡോമെട്രി എടുത്തത് എനിക്കും അറിയില്ല. ചോദിച്ചിട്ടാണെങ്കിൽ അങ്ങനെ കാണുന്നുമില്ല. ലൈറ്റ് ഇല്ലാണ്ട് മുകളിൽ അങ്ങനെ നല്ല കാണൂല. എന്താണ് ആ ബിൽഡിംഗ് മനസ്സിലാക്കിയിട്ടുണ്ട്.
എന്റെ പള്ളി നല്ല തിരക്ക് കേട്ടാ, നല്ല തിരക്കാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആള് രണ്ട് ഭാഗത്തും വരുന്നുണ്ടല്ലോ. അമ്പലത്തിലേക്കുള്ള തിരക്കായത്. ഞാൻ ഇങ്ങനെയില്ല ഒരു തിരക്ക് ഇപ്പാ കാണുന്നത്. ഏതായാലും ബാഗ് എടുത്ത് പോകുന്നില്ല. ബാഗ് എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വെക്കേണ്ടി വരും. അത് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഓ ഭയങ്കര തിരക്ക് അങ്ങോട്ടേക്ക്. ഒരു ഉത്സവത്തിന്റെ ആളുണ്ട്, ഉത്സവത്തിന്റെ ആള്. അപ്പൊ വെറുതെ എല്ലാം ട്രാഫിക് എല്ലാം റെസ്ട്രിക്ഷൻസ് വരുത്തിയ ഈ തിരക്കുണ്ട്. വാരാണസിയില് ഇന്നത്തെ ദിവസം ഫെബ്രുവരി 6 തീയതി തിരക്കായത് കേട്ടോ. നല്ല തിരക്കാ. 10 മണി വരെ ദർശനമുണ്ട് അമ്പലത്തില് എന്നാ പറഞ്ഞത്. ഒന്നും കൂടെ ചോദിക്കണം. കുറെ ആൾക്കാർ ഇവിടെയെല്ലാം ചെരുപ്പ് ഊരിയിട്ടിട്ടുണ്ട്. എന്താ സംഗതി എന്നറിയില്ല. അതും ചോദിച്ചു നോക്കണം. എന്താ ചെരുപ്പ് ഇട്ടിട്ട് പോകാൻ പറ്റില്ല? ഇങ്ങനെയെല്ലാം ചെരുപ്പ് ഊരി കഴിഞ്ഞാൽ അതിനെ എവിടുന്നാ കിട്ടുക? എവിടുന്ന് എടുക്കാനാ, എവിടുന്ന് കിട്ടാനാ? ഇത്രയും ചെരുപ്പ് എവിടെയല്ല ഈ ചാവറ ഊരിയിട്ടിരിക്കുന്നത്. റൂം അന്വേഷിക്കാൻ വന്നേ. റൂം എടുത്തിട്ടുണ്ട്. ഖാന ഷോപ്പിന്റെ അവിടെയാണെന്നാ പറഞ്ഞു. അപ്പൊ അത് അന്വേഷിച്ച് പോവാ. ഇതിവിടെ എല്ലാം ഹാർഡ്വെയറിന്റെ കടകളാ. ലൈറ്റിംഗ്, ഫിറ്റിംഗ്സ്, പിന്നെ മാട്രസ്, അങ്ങനെയുള്ള സ്റ്റീൽ ഹാർഡ്വെയർസ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ഇലക്ട്രിക്കൽസ്. നമ്മൾ അവിടെ നിന്നില്ല ബഹളം കൊണ്ട് ഇതൊന്നും കാണൂല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് തന്നെ. ജസ്റ്റ് ഉള്ളോട്ടാണ് ഇവിടെ. അവിടെ വെച്ച് നോക്കുമ്പം തിരക്ക് കുറവാ. അപ്പൊ ഞാൻ ഖാന ചോക്കിലേക്ക് പോട്ടെ. ഖാന ചോക്ക് ആകെ രാവിലെ ഇവിടെയെല്ലാം 10 മണിക്ക് ശേഷം തുറക്കുക മാർക്കറ്റ്. ഇവിടെ എല്ലാം ഇത് ഇലക്ട്രിക്കൽസ്, ഇത് ഹൗസ് ഹോൾഡ്, അങ്ങനെയുള്ള സാധനങ്ങള്. ചെറിയ ഗലിയിലേക്ക് കയറി. ഇവിടെ ഇപ്പൊ